ഹായ്, വെൽക്കം ടു സൈബർ സ്ക്വയർ. ഇന്ന് നമുക്ക് ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജാവസ്ക്രിപ്റ്റിനെ പറ്റിയാണ്. ജാവസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വൈഡായിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മളുടെ ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷനും അതേപോലെ തന്നെ ബാക്ക് എൻഡ് ആപ്ലിക്കേഷൻസൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജാണ് ജാവസ്ക്രിപ്റ്റ്. അത് ആക്ച്വലി ഡെവലപ്പ് ചെയ്തത് ബ്രെൻഡൻ ഇച്ച് എന്ന് പറയുന്ന ആളാണ്. ഇനി നമുക്ക് ജാവസ്ക്രിപ്റ്റിൻ്റെ പ്രധാനപ്പെട്ട യൂസ് കേസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതുകൂടാതെ എങ്ങനെയാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് എൻവിറോൺമെൻറ്റ് സെറ്റപ്പ് ചെയ്യുന്നത് എന്നുള്ളതും നമുക്ക് ഈ വീഡിയോസിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ കേസിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ജാവസ്ക്രിപ്റ്റ് ഇതൊരു ഇൻ്റർപ്രറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇൻ്റർപ്രറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ രണ്ട് കാറ്റഗറി ഉണ്ട്. അതായത് നമുക്കറിയാം കമ്പൈലിംഗ് ലാംഗ്വേജും ഉണ്ട്, അതേപോലെ തന്നെ ഇൻ്റർപ്രറ്റിംഗ് ലാംഗ്വേജും ഉണ്ട്. ഇതുകൂടാതെ വേറെ അസംബ്ലർ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നമുക്ക് കാണാൻ പറ്റും. അപ്പം ജാവസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഇൻ്റർപ്രറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഓക്കെ, പിന്നീട് അതിൻ്റെ യൂസ് കേസസ് വരുന്നത് പ്രധാനമായിട്ടും ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് പണ്ട് മുതലേ ജാവസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇന്നത്തെ കേസിൽ നമുക്ക് സെർവർ സൈഡ് ആപ്ലിക്കേഷൻസും നോഡ് ഉപയോഗിച്ചുകൊണ്ട് സെർവർ സൈഡ് ആപ്ലിക്കേഷൻസും ജാവസ്ക്രിപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൂടാതെ ഗെയിം ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഗെയിം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഫാംവില്ലെ അതേപോലെ തന്നെ ആ തരത്തിലുള്ള പല ഗെയിമുകൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻസിൽ ഗെയിം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജാവസ്ക്രിപ്റ്റ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതുകൂടാതെ സെക്യൂരിറ്റി പർപ്പസ്, അതായത് നമുക്ക് സെക്യൂരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ക്രോസ് സെർവർ സൈഡ് കാര്യങ്ങളൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജാവസ്ക്രിപ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുകൂടാതെ അൽഗോരിതം ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, OS ഡെവലപ്മെൻറ്റിന് ഉപയോഗിക്കാം. ഈ തരത്തിലുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ജാവസ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഇനി ജാവസ്ക്രിപ്റ്റിൻ്റെ ഒരു സൂപ്പർ സെറ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഈ ടൈപ്പ് സ്ക്രിപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ദെൻ ജാവസ്ക്രിപ്റ്റ് നമുക്ക് ചെയ്ത് നോക്കണമെങ്കിൽ, അതായത് മീൻസ് നമ്മളുടെ ആപ്ലിക്കേഷനിൽ നമ്മളുടെ കമ്പ്യൂട്ടറിൽ ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ബ്രൗസർ ഉണ്ടെങ്കിലും തന്നെ ജാവസ്ക്രിപ്റ്റിൻ്റെ കോഡ് നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. നമുക്ക് ഏതെങ്കിലും ഒരു ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ജാവസ്ക്രിപ്റ്റിൻ്റെ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അത് ക്ലയൻറ്റ് സൈഡിൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാൻഡ് അലോൺ ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ Node.js ഇൻസ്റ്റാൾ ചെയ്താൽ മതി. Node.js എന്ന് പറയുന്നത് ഗൂഗിൾ ഡെവലപ്പ് ചെയ്ത ഒരു എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന ജാവസ്ക്രിപ്റ്റിൻ്റെ സ്റ്റാൻഡ് അലോൺ സെറ്റപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ Node.js. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നോഡ് ആപ്ലിക്കേഷൻസൊക്കെ ഇന്ന് നോഡ് ഡെവലപ്പേഴ്സിനെ MERN-Stack അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബാക്ക് എൻഡിൽ നിൽക്കുന്നത് നോഡാണ്. ഓക്കെ, സോ ഇത്രയാണ് ജാവസ്ക്രിപ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് എൻവിറോൺമെൻറ്റിൽ സെറ്റപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി ജാവസ്ക്രിപ്റ്റ് പഠിക്കുന്ന സമയത്ത്, അതായത് ജാവസ്ക്രിപ്റ്റ് വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അത് നമുക്ക് പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ജാവസ്ക്രിപ്റ്റ് രണ്ട് തരത്തിലുള്ള പ്രോഗ്രാമിംഗ് പാരഡിഗ്സംസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് സപ്പോർട്ടും ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ പ്രൊസീജിയർ ഓറിയൻറ്റഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം പ്രൊസീജിയർ ഓറിയൻറ്റഡിൻ്റെ കേസിൽ, അതായത് പോപ്പ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന സമയത്ത് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കാറ്റഗറിയിൽ ജാവസ്ക്രിപ്റ്റിനെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഒന്ന് ജാവസ്ക്രിപ്റ്റിൽ നിങ്ങൾക്ക് വേരിയബിൾസിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റൻസ്. പിന്നെ അതേപോലെ തന്നെ ഓപ്പറേറ്റേഴ്സിനെ പറ്റി നിങ്ങൾക്ക് ഓപ്പറേറ്റേഴ്സിനെ യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഓപ്പറേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ദ സിംബൽസ് ദാറ്റ് ആർ യൂസ് ടു പെർഫോം ഓപ്പറേഷൻസ് ഇൻ പർട്ടിക്കുലർ ലാംഗ്വേജ്. ജാവസ്ക്രിപ്റ്റിൻ്റെ കേസിലാണെങ്കിൽ ഏതൊക്കെ ഓപ്പറേറ്റേഴ്സ് ഉണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ്സിനെ പറ്റി നമുക്ക് അറിഞ്ഞിരിക്കണം. ജാവസ്ക്രിപ്റ്റിലുള്ള പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്സ് രണ്ട് കാറ്റഗറിയിലാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് ജാവസ്ക്രിപ്റ്റിലുള്ളത്. ഒന്ന് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് നമുക്ക് പറയാം, കണ്ടീഷണൽ ഓർ കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നും കൂടി പറയാം, കൺട്രോൾ ഫ്ലോ. പിന്നെയുള്ളത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് ഓഫ് കോഡിനെ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നവരെ കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നത്. പിന്നെ ഉള്ളത് നമുക്ക് അറേസ് എന്ന് പറയുന്ന കാര്യം.
അറേസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. അറേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയബിൾസ് അറേസ് തമ്മിലുള്ള വ്യത്യാസം, വേരിയബിൾസിലായിട്ടായിട്ട് നമുക്ക് സിംഗിൾ ഡാറ്റ മാത്രമേ അല്ലെങ്കിൽ സിംഗിൾ വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അറേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേര് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒന്നിലധികം വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോൾഡ് ചെയ്യാൻ പറ്റും. അതാണ് അറേസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ അറേസിനെ എങ്ങനെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് അറിഞ്ഞിരിക്കണം. പിന്നെ ഉള്ളത് ജാവാസ്ക്രിപ്റ്റിൽ ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഉണ്ട്. ബിൽറ്റ് ഇൻ ഫങ്ഷൻസിനെ നമ്മൾ ലൈബ്രറി ഫങ്ഷൻസ് എന്ന് കൂടി പറയും. അതേപോലെ തന്നെ യൂസർ ഡിഫൈൻ ഫങ്ഷൻസ് ഉണ്ട്. യൂസർ ഡിഫൈൻ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മളെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഫങ്ഷൻസ് ആണ് യൂസർ ഡിഫൈൻ ഫങ്ഷൻസ്. അപ്പം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് യൂസർ ഡിഫൈൻഡ് ആൻഡ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഓർ ലൈബ്രറി ഫങ്ഷൻസ് എന്ന് പറയും. പിന്നെയുള്ളത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊസീജിയർ ഓറിയൻറ്റഡ് കാറ്റഗറിയിൽ പെടുത്താൻ പറ്റും. ഇനി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കാറ്റഗറിയിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റിൽ ക്ലാസ്സുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുക, അതേപോലെ തന്നെ ഒബ്ജക്ട്സ് എന്ന് പറയുന്ന കാര്യം എങ്ങനെയാണ് യൂസ് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഹെറിറ്റൻസ്, അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ജാവാസ്ക്രിപ്റ്റ് എങ്ങനെയാണ് പോകുന്നത്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പ്രൊസീജിയർ ഓറിയൻറ്റഡിന് മാറ്റിയിട്ട് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഊപ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ ചെയ്യാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് ആസ് എ ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ ജാവാസ്ക്രിപ്റ്റിന് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുകൂടാതെ ജാവാസ്ക്രിപ്റ്റിനെ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിലേക്ക് ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ, അതായത് ഈ പാർട്ടിൻ്റെ കൂടെ നമുക്ക് ഡോം എന്ന് പറയുന്ന കൺസെപ്റ്റും കൂടി അറിഞ്ഞിരിക്കണം. ഡോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് മോഡൽ. ഇത് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് എഫക്റ്റീവ് ആകുന്ന ഒരു കാര്യമാണ് ഡോമിൻ്റെ കൺസെപ്റ്റ് അറിയുക എന്നുള്ളത്. കാരണം ഈ കൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ, അതായത് മീൻസ് എസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ജാവാസ്ക്രിപ്റ്റിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതും അതേപോലെ തന്നെ ഡോം എന്ന് പറയുന്ന കൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ള അതായത് മീൻസ് പുതിയ എൻവിറോൺമെൻറ്റിലേക്ക് നിങ്ങൾക്ക്, അതായത് മീൻസ് റിയാക്ട്, അതേപോലെ തന്നെ ആംഗുലാർ, അതേപോലെ തന്നെ വ്യൂ, ഈ തരത്തിലുള്ള ഏരിയയിലേക്ക് നിങ്ങൾക്ക് കടക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് അത് പഠിച്ചെടുക്കാനും അതേപോലെ തന്നെ അതിൻ്റെ കൺസെപ്റ്റുകൾ പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും. സോ ഇതാണ് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഇൻട്രോഡക്ടറി സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ലെവലിൽ നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.